മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ പ്രാധാന്യത നമ്മളത് മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ മനുഷ്യരുണ്ടാക്കിയ ഒരു കൂടാരത്തിൽ, അതും ഈ നമ്മളിപ്പോൾ വായിച്ചു കേട്ട വാക്യ യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. മഞ്ഞ നൂല് കൊണ്ടും വെള്ളനൂല് കൊണ്ടും നീലനൂല് കൊണ്ടും പണിയേണ്ട സ്ഥാനത്ത് എന്ത് ചെയ്ത് വേറെ കളർ വരുത്താൻ പാടുണ്ടോ? എന്താ കാര്യം? ദൈവം കൽപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെ ആക്ഷരികമായൊരു പണി ദൈവം പറഞ്ഞതനുസരിച്ച് മോശ ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി അവിടെ വസിച്ചു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്തതുപോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ ഹോളി പ്രസൻസ് അവിടെ വസിച്ചുവെങ്കിൽ പുതിയ നിയമ വിശ്വാസിയിൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പാലിക്കാതെ എങ്ങനെ ദൈവാത്മാവ് വസിക്കും? നമുക്ക് അന്യഭാഷ പറയാൻ പറ്റും, നമുക്ക് പാട്ട് പാടാൻ പറ്റും, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റും, നമുക്ക് പ്രസംഗിക്കാൻ പറ്റും, നമുക്ക് അന്വേഷണം നടത്താൻ പറ്റും, നമുക്ക് വലിയ ഉണർവ് യോഗങ്ങളൊക്കെ നടത്താൻ പറ്റും, നമുക്കെല്ലാം നടത്താൻ പറ്റും. പക്ഷേ ആത്മീകമായി ഒരിഞ്ച് പോലും ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. നിങ്ങളെന്നെ കുറ്റം പറയണ്ട. നിങ്ങൾ സാവകാശം ഈ കാര്യങ്ങൾ സത്യമാണോ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുക, ഈ പാസ് പറയുന്നത് ശരിയാണോ? ഞാൻ പറയുന്ന വചനമാണ് പറയുന്നത്. എനിക്ക് പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ വചന പഠനമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് കിട്ടിയതൊന്നുമല്ല. സ്തോത്രം. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിക്കാതെ 25 വർഷം ജീവിച്ചൊരു മനുഷ്യനാണ്. പരിശുദ്ധാംശം പ്രാപിച്ച അന്ന് മുതലാണ് എന്നെ ആത്മാവ് പഠിപ്പിക്കാൻ തുടങ്ങിയത്. കർത്താവ് പറഞ്ഞ് എനിക്ക് ഒത്തിരി നിങ്ങളോട് പറയാനുണ്ട്, വഹിപ്പാൻ കഴിവില്ല. ആത്മാവ് വരുമ്പോൾ ഞാൻ പറയാതെ വിട്ടത് പഠിപ്പിക്കുകയും പറഞ്ഞത് നിങ്ങൾ മറന്നുപോയത് ഓർമ്മപ്പെടുത്തി തരികയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുക നമ്മളെ. അത് ദൈവദാസന്മാരെ ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. ദൈവം വചനം പരമേൽപ്പിച്ച ദൈവദാസന്മാരെ ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. എല്ലാവരെയും കൊണ്ടല്ല. എല്ലാവരെയും ദൈവം വചനം പരമേൽപ്പിച്ചിട്ടില്ല. ദൈവം വചനം പരമേൽപ്പിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളവരെ, ദൈവം തിരഞ്ഞെടുത്തവരെ. അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ദൈവം ആരും വചനം പരമേൽപ്പിക്കത്തില്ല. സംഘടന ആക്കി വെച്ച ശുശ്രൂഷകന്മാരുണ്ട്, ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരുണ്ട്, സ്വയം കയറി ശുശ്രൂഷ ചെയ്യുന്നവരുമുണ്ട്. ഈ 3 ഗ്രൂപ്പ് ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ കിടക്കുക. ഇത് നമ്മൾ തിരിച്ചറിയുക. ദൈവമാക്കി വെച്ചവൻ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു സിമ്പൽ എന്താ? ദൈവത്തിൻ്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കും. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവസന്തതിയായവൻ ദൈവത്തിൻ്റെ വചനം കേൾക്കും. അപ്പോൾ ഈ വചനം ആരാ കേൾക്കാതെ? ദൈവസന്തതിയല്ല. ഈ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നമ്മളെല്ലാവരും ഒന്ന് പഠിച്ചിരിക്കേണ്ട വാക്യമാണ്. ഒരു ലിറ്റിൽ ബോയ് ബോംബാണ് അത് എന്നാണ് ഞങ്ങളെ ദൈവത്തിനെ പഠിപ്പിച്ച ദേവദാസൻ പറയുന്നത്. 1 യോഹന്നാൻ 4-ന്റെ 6 എല്ലാവരും ഒന്ന് കുറിച്ചിട്ടോണേ. ആരെയും ഞങ്ങളെന്ന് പറഞ്ഞ അപ്പോസ്തലൻ, ദൈവത്തിൽ നിന്നുള്ളവരാണ്. അടുത്ത ആഹാ. അപ്പൊ ആരെങ്കിലും ദൈവത്തെ അറിയുന്നവനുണ്ടെങ്കിൽ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നവരെ ദൈവത്തെ അറിയുന്നുള്ളൂ. അല്ലാത്തവരാരും എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. ഞാൻ ഈ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു രചാനുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല, നിങ്ങളെ അറിയത്തുമില്ല. ഒരു പ്രാവശ്യം കൊണ്ടും ക്വാളിറ്റി ക്ലാസ്സിന് വന്നെന്ന് തോന്നുന്നു. ഞാൻ അച്ഛനോട് അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ ആദ്യം അപ്പോസ്തലന്മാരുടെ ഉപദേശം നിങ്ങൾ കൊണ്ട് തോട്ടിക്കളയുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം കർത്താവ് പറഞ്ഞതിനേക്കാളും വലിയ ഉപദേശമാണ് അവർ പറയുന്നത്. ഞാൻ പോലെ എൻ്റെ പൊന്നച്ചായ കർത്താവ് പറഞ്ഞ ഉപദേശം അവർ പറയുന്ന മുഴുവൻ ഈ യോഹന്നാൻ 4 പുള്ളി വായിക്കാൻ പോലും മനസ്സെടുക്കുന്നില്ല. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. പിന്നീടുള്ള വചനമൊക്കെ ഭയങ്കരമാണ്. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാലറിയാം. ഏതിനാലറിയാം? ഒരു മറുപടി പറഞ്ഞേ. ഏതിനാലറിയാം? ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നതിനാലും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തതിനാലും. ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ നിങ്ങൾ എതിർക്കുന്നു, അപ്പോസ്തലന്മാർ ആരാണെന്നുള്ളതിനെക്കുറിച്ച് വചനത്തിൻ്റെ ജ്ഞാനം നിങ്ങളില്ലാത്തതുകൊണ്ടാണ് നിങ്ങളത് പറയുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ആരാ കർത്താവുമായിട്ട് ഇടപെട്ട ഒരു ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചു. അത് ശിഷ്യന്മാരെന്ന് പറഞ്ഞു. അപ്പം അന്ന് നിങ്ങളുണ്ടോ ഇവിടെ? ഇല്ല. 20 തലമുറയ്ക്ക് ഏകദേശം 10-25 തലമുറ മുമ്പ് നടക്കുന്ന വിഷയം, 2000 വർഷം മുമ്പ് നടക്കുന്ന സംഭവമാണ്. കർത്താവ് വേണമെങ്കിൽ അങ്ങനെയും പറയാം, ആയുസിൻ്റെ ദൈർഘ്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. 10-20-40 കൂട്ടിക്കോ. അപ്പോൾ ആ 40 വർഷം മുമ്പ് നടന്ന സംഭവം, കർത്താവ് വന്ന് ഒരു ഗ്രൂപ്പിനെ ആൾക്കാരെ തിരഞ്ഞെടുത്തു. പിന്നെ അവർ ചാള പിടിച്ച് നടന്നവരാണെന്നുള്ളത് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാള പിടിച്ച് നടന്നവരെ ദൈവം തിരഞ്ഞെടുത്ത നീ എന്തിനാ അതിനെ അസൂയപ്പെടുന്നത്? ഇപ്പം നമ്മൾ മുമ്പ് വായിച്ച ആമോസിൻ്റെ പ്രൊഫഷൻ എന്താണെന്നറിയാമോ ആർക്കെങ്കിലും? ആമോസിൻ്റെ പണി എന്തായിരുന്നു? കാട്ടത്തിപ്പഴം
പറിക്കുന്നവനല്ല പറക്കുന്നവന്. പറിക്കാൻ ഇച്ചിരി പണിയുണ്ട്. ഈ പ്ലാവിൽ കിടക്കുന്ന ചക്ക പറിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റത്തില്ല. പണ്ടൊക്കെ ഞങ്ങൾ പറിക്കുമായിരുന്നു, ഇപ്പോൾ നടക്കില്ല. താഴെ നിന്ന് ഇങ്ങനെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. കാരണം പറ്റില്ല. ഇപ്പോൾ 10-68 വയസ്സൊക്കെ ആയപ്പോൾ അതൊന്നും നടക്കില്ല. എന്നാൽ പെറുക്കാൻ ഒരു കുഴപ്പമില്ല, വീഴുന്നത് മുഴുവൻ പറക്കിയിട്ടുകൊണ്ടിരുന്നാൽ മതി. പഴുത്തത് വീണത് മുഴുവൻ ഇങ്ങനെ പറക്കിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധു മനുഷ്യനാണ് ആമോസ്. ആമോസിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നോട് സംസാരിക്കുന്ന വചനങ്ങൾ, നിന്റെ നാവിൽ തരുന്ന വചനങ്ങൾ ഇസ്രായേൽ ജനത്തോട് വിളിച്ചു പറയാൻ പറഞ്ഞു. അതാണ് ആമോസ് പ്രവാചകൻ. ശിഷ്യന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ പത്രോസും യോഹന്നാനും യാക്കോബും യൂദയും അന്ത്രോസും ഒക്കെ മീൻ പിടിച്ച് നടന്നവരാ, ഉളുപ്പ് മണമുള്ളവരാ, സാധാരണ മനുഷ്യരാ. ഇനി അവരെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയൊരു അറിവിന് വേണ്ടി 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുകയും ഒന്ന് വായിക്കുകയും കൂടി ചെയ്യുക. പെട്ടെന്ന് അവരെക്കുറിച്ച് ഒരു അറിവ് പറഞ്ഞു പോവാം. വായിച്ചോട്ടെ. ആ, ഏറെയില്ല, ഏറെയില്ല, ഏറെയില്ല. ആ, അവിടെ നിൽക്കട്ടെ പാസ്റ്ററെ, കണ്ടിന്യൂ ചെയ്ത് വായിക്കണം. എന്താ വാക്യത്തിൻ്റെ അർത്ഥം? ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷത്വമായതെന്നുള്ളത്, അത് വേദോസ്തവത്തിൻ്റെ ഭാഷയാ. പോഷന്മാരെ, ജ്ഞാനികളെന്ന് പറഞ്ഞാൽ ആരാ? അന്ന് കർത്താവ് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദ മതം വലിയ ജ്ഞാനികളായിരുന്നു അവർ. പിന്നെ ഗ്രീക്കേഴ്സ്, പരീശന്മാർ, ശാസ്ത്രിമാരൊക്കെ യഹൂദന്മാർ വലിയ ജ്ഞാനികളാണ്. അവർ വലിയ തത്വജ്ഞാനികളാണ്. ഗ്രീക്കേഴ്സ് അന്നുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഗ്രീക്ക് എന്ന് സോക്രട്ടീസിൻ്റെ ഒക്കെ ആൾക്കാർ, അരിസ്റ്റോട്ടിൽ സോക്രട്ടീസിൻ്റെ ഒക്കെ ആൾക്കാരാണ്. അവരൊക്കെ വലിയ ജ്ഞാനികളാണ്, തത്വജ്ഞാനികളാണ്. അവരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ പോഷന്മാരെ തിരഞ്ഞെടുത്തു എന്നാണ് പൗലോസ് എഴുതി വെച്ചേക്കുന്നത്. അടുത്ത ഭാഗം. തിരഞ്ഞെടുത്തോ? യഹൂദ മതം പ്രബലപ്പെട്ടൊരു മതമാണ്. ആ മതത്തെ തകർക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് ആരെയാ? ബലഹീനന്മാരെ. അടുത്ത അന്നുണ്ടായിരുന്ന യഹൂദ മതം, ഗ്രീക്കേഴ്സ്, അതിനെയൊക്കെ ഇല്ലാതാക്കി ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത നിസാരന്മാരെ. അടുത്ത നികൃഷ്ടന്മാരെ തിരഞ്ഞെടുത്തു. ഒന്ന് പറഞ്ഞ രണ്ടിന് തല്ലുന്നവര്. ഇവർക്കൊരു ഇടിമക്കൾ എന്നുള്ള പേരുള്ള അറിയാമോ എല്ലാവർക്കും? പത്രോസിന് യോഹന്നാനൊക്കെ ഇടിമക്കൾ. അതിന് പല വ്യാഖ്യാനം പലരും പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടിന് അടിയാണ് അവർ. അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, ഞങ്ങൾ ചേർത്തലയിൽ മീൻപിടുത്തക്കാരുടെ ഇടയിൽ ഒരു പ്രവർത്തനം നടത്തി 2-3 വർഷം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്ന്, കുറച്ച് മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ മുണ്ടൊക്കെ ഒരു തലയിൽ കെട്ടുവരും. കാരണം അതിന് സന്തോഷമാണ്. പിന്നെ നമ്മളെ കണ്ട് അറിയത്തില്ല. ഒരു വല്ലാത്ത സ്വഭാവമുള്ളവരാണ്. കാരണം അവരുടെ നാച്ചുറൽ അങ്ങനെയാണ്. മീൻ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര അഹങ്കാരവും നികളവും സന്തോഷവും ഒക്കെയാണ്. മീനില്ലാത്ത സമയത്ത് നമ്മൾ സൂക്ഷിക്കാൻ പറഞ്ഞാൽ ചീത്ത വിളിക്കും. അതൊക്കെയാണ് അവരുടെ രീതി. അപ്പം ഞാൻ പറഞ്ഞത് മുക്കുവന്മാരുടെ രീതി പറയുകയാണ്. അങ്ങനെയുള്ളവരെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് പൗലോസ് ഇവിടെ പഠിപ്പിക്കുക. വായിക്കാൻ പാസ്റ്റർ, അടുത്ത കണ്ടിന്യൂഷൻ. ആരും പ്രശംസിക്കാതിരിക്കുക. ഒരു ഗ്രീക്കനെ വിളിച്ചിട്ട് ഈ വചനം അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പ്രസംഗിക്കുമ്പോഴേക്കും അവനൊരു ഗ്രീക്കനാണ്, ഒരു ഗ്രീക്ക് സാമ്രാജ്യം, അല്ലെങ്കിൽ ഗ്രീക്കന്മാർ വലിയ ബുദ്ധിജീവികളാണ്. ഒരു യഹൂദനെ തിരഞ്ഞെടുത്ത പൗലൂസ് യഹൂദനാണെങ്കിലും പൗലൂസ് പറയുന്ന ഭാഗം ഞാൻ പിന്നെ പറയാതെ, ഈ മുക്കോന്മാരായ നിസ്സാര മനുഷ്യരെ തിരഞ്ഞെടുത്തത് അവർ പ്രശംസിക്കരുത്. ഞങ്ങളുടെ അറിവ് കൊണ്ടാണ്, ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ്, ഞങ്ങൾ എന്തോ ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടാണ് ജനം നന്നാകുന്നതെന്നും അവർ പ്രശംസിക്കാനിട. അതുകൊണ്ടാണ് നിസ്സാരന്മാരെ തിരഞ്ഞെടുത്തത്. അടുത്തോട് വായിക്കും. ആ, അടുത്ത പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കണം. അതിനാണ് തിരഞ്ഞെടുത്തത്, നിസ്സാരന്മാരെ തിരഞ്ഞെടുത്തത്. ഇനി ആര് ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഭാഗം, ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ മുക്കുവന്മാരായിരുന്നു. പൗലൂസ് ഒരു മുക്കുവനല്ല. പൗലൂസ് ആരായിരുന്നു? യഹൂദ പരീശനായിരുന്നു, ഒരു റബ്ബി ആയിരുന്നു. പിന്നെ എന്തോ പറയാ, ഈ കോടതി, യഹൂദ കോടതിയുടെ നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിവുള്ള ഒരു പാരമ്പര്യ യഹൂദൻ, ഒരു റബ്ബി. യഹൂദ റബ്ബി എന്നൊക്കെ പറഞ്ഞാൽ അവർ നടന്നു വരുമ്പം മറ്റേ യഹൂദന്മാർ മാറിക്കൊടുക്കും. അത്ര വലിയ വിലയും നിലയുള്ള ആൾക്കാരാണ്. 2 PhD ബിരുദമെന്ന് യോസേഫസിൻ്റെ ചരിത്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്. 2 PhD ബിരുദവും പിന്നെ ഒരു കപ്പലുടമയും ഒരു ജ്ഞാനികളുടെ ജ്ഞാനിയൊക്കെയാണ് പൗലൂസ്. ആ പൗലൂസ് കർത്താവിനെ കണ്ടെത്തിയപ്പോൾ ആരായി തീർന്നുവെന്ന് ഇന്നത്തെ പൗലൂസുമാർക്ക് അറിയത്തില്ല. നമുക്കൊന്ന് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1 വാക്യങ്ങൾ വായിച്ചു.
കൊരിന്ത്യർ സഭയിൽ പൗലോസ് വന്നപ്പോൾ പറയാം, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ നിങ്ങളോ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ ആ ദൈവമക്കളെ എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. നമുക്കിപ്പോൾ എന്തൊക്കെ അറിയണം? ഞാൻ ബൈബിളിൽ പഠിച്ച ഒരാളാണ്. എന്തൊക്കെ അറിയണം? എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ബൈബിൾ കോളേജിൽ? അറിയാമല്ലോ പാസ്റ്ററല്ലേ, എന്തൊക്കെയാണ് പഠിപ്പിച്ചു വിടുന്നത്? വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ട് എടാ, ക്രിസ്തുവിനെ കുറിച്ച് അറിയേ, യേശു ക്രിസ്തു ആരാണെന്നറിയേ. ഇവിടെ കുറേ മന്ത്രിമാരെ തിരഞ്ഞെടുത്തല്ലോ, നമ്മുടെ യേശു ക്രിസ്തു ആരാ? പെട്ടെന്നൊന്ന് പറഞ്ഞേ. അവൻ അത്ഭുത മന്ത്രിയാ. അങ്ങനത്തെ മന്ത്രിയാണോ വി ഡി സതീശൻ? അത്ഭുത മന്ത്രി, നിത്യപിതാവ്, സമാധാന പ്രഭു, വീരനാം ദൈവം. ആ മന്ത്രിയെ പോലൊരു മന്ത്രി ഒന്നും ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് അവർ ക്രിസ്തുവിനെ പ്രസംഗിച്ചത്. പൗലൂസിന് ന്യായപ്രമാണം മുഴുവൻ അറിയാം. ഗമാലിയലിന്റെ പാഠത്തിൽ നിന്ന് പഠിച്ചാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? പഠിച്ച ആളാ, അത് വേദപുസ്തകത്തിൽ തന്നെ ഉണ്ട്. അല്ലാതെ തന്നെ പൗലൂസിന് അറിവുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, പണമുണ്ട്, സ്വാധീനമുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഒരു ഹീറോ ആയിരുന്നു പൗലൂസ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ അറിവും ഈ കഴിവും ഈ പ്രാപ്തി എല്ലാം കൊണ്ടുവന്ന് താഴെ വെച്ചിട്ട് 1 കൊരിന്ത്യർ 15 നമ്മൾ പഠിച്ചതുപോലെ എന്തായി മാറി? ഞാനൊരു ചാപിള്ളയാണ്, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അധ്വാനിച്ചു എല്ലാവരെക്കാളും കൂടുതൽ, ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്രേ. ഇതാണ് പാസ്റ്റർമാർക്കുണ്ടാകേണ്ടത്, ഇതാണ് ദൈവദാസന്മാരായ ഞങ്ങൾക്കുണ്ടാകേണ്ടത്, ഇതാണ് വിശ്വാസികൾക്കുണ്ടാകേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ശുശ്രൂഷകളും ഫലവത്തായി തീരണമെങ്കിൽ ക്രൂശിൻ്റെ മറവിൽ നമ്മൾ മറഞ്ഞിരിക്കണം. താവേ ഞാനൊന്നുമല്ല. റോമാലേഖനം 15-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം ഞാൻ എല്ലായിടത്തും എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങളും ഒന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലതാണ്. റോമർ 15-ന്റെ-18 വായിച്ചാൽ. ഹല്ലേലൂയ. ക്രിസ്തു താൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. ക്രിസ്തു താൻ മുഖാന്തരമാണോ ഞാൻ മുഖാന്തരമാണോ എന്ന് എഴുതിയിരിക്കുന്നത്? നോക്കി, താനെന്നാണോ പാസ് ആദ്യം വായിച്ചത്? റോങ് ആയിപ്പോയി. ഞാൻ അതുകൊണ്ട് വാക്കിയോട് എൻ്റെ ഉള്ളിൽ ഈ സംഭവമൊക്കെ കിടക്കുക, ഈ കമ്പ്യൂട്ടറിൽ വീഡിയോ വെച്ചേക്കണ പോലെ. തെറ്റിച്ച് കഴിഞ്ഞാൽ അപ്പം വിടും, ഞാൻ വിടത്തില്ല. അതാ എൻ്റെ കാര്യം. ഞാനപ്പോൾ നോക്കി അപ്പം ഞാനെന്ന് എഴുതിക്കുന്നത് ക്രിസ്തു ഞാൻ മുഖാന്തരം എന്ത് ചെയ്തു? ആ ആ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. അപ്പൊ പൗലോസ് അവിടെ ആരാ? നമ്മൾ സങ്കീർത്തന പുസ്തകം പറയുമ്പോൾ ആ സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇംഗ്ലീഷിൽ സാംസ് എന്ന് പറയും. അതിൻ്റെ ആദ്യത്തെ അക്ഷരം ഏതാ? ആ പി എന്താ അവിടെ? ഇംഗ്ലീഷ് ഭാഷയുടെ ലോജിക്കൽ അനുസരിച്ച് പി സൈലൻ്റാ. പൗലോസ് സൈലൻ്റാണ്. പൗലോസിലൂടെ കർത്താവ് പ്രവർത്തിച്ചെന്ന വാക്യം ചുവന്ന പക്ഷി ഉണ്ടെങ്കിൽ എഴുതിക്കോണേ. അതുകൊണ്ട് കീറിപ്പോരുത് ബൈബിള്. ആവേശം വരുമ്പോൾ ചിലപ്പോൾ ചുവന്ന പക്ഷിയുടെ കീറിക്കളയുമ്പോൾ കീറാതെ ശാന്തമായിട്ടൊന്ന് വട്ടത്തിലൊന്ന് വരച്ചിട്ടേക്കണം. പൗലോസ് പറയുന്നു, ക്രിസ്തു എന്നിലൂടെ പ്രവർത്തിച്ചു, ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചു. എനിക്ക് മറ്റൊന്നും പറയാനില്ല, എനിക്ക് അറിവില്ല, കഴിവില്ല, പ്രാപ്തിയില്ല. ഈ ചാള പിടിച്ച് നടന്ന ശിഷ്യന്മാരോടൊപ്പം ചെന്ന് പൗലോസ് ചേർന്നു. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ എത്രേ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി, മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. ഇന്നത്തെ ശുശ്രൂഷകന്മാരുടെ ഏറ്റവും വലിയ പരാജയം ലോകത്തുള്ള സകല അറിവും ചെകഞ്ഞ് കോടിച്ചിക്കുന്ന പോലെ ചെകന്ന് പഠിച്ച് കർത്താവിനെ കുറിച്ച് പഠിക്കത്തുമില്ല. കറക്റ്റല്ലേ? കർത്താവിനെ കുറിച്ച് പഠിക്കത്തുമില്ല. കർത്താവിൻ്റെ സ്നേഹം അവരിലില്ല, കർത്താവിൻ്റെ ഭാവം അവരിലില്ല, കർത്താവിൻ്റെ മനസ്സ് അവരിലില്ല. അപ്പം തന്നെ ലോകത്തിലെ സകല ജ്ഞാനവും അറിവ്, ഞാനതൊക്കെ പ്രാപിച്ചാണ്, ചുമ്മാ പറയാമല്ല. നിങ്ങൾ ഞാൻ തിയോളജിക്കൽ സെമിനാരിൽ പോയപ്പോൾ സകല അറിവ് ഉള്ള കണ്ട ബുക്കുകളെല്ലാം അവസാനം എനിക്ക് തോന്നി ഇതൊക്കെ വെറും പോഷത്വമാണ്. മനസ്സിലായി? നമ്മൾ കർത്താവിനെ കുറിച്ച് പഠിക്കുക, കർത്താവിൻ്റെ മനസ്സ് പ്രാപിക്കുക. കർത്താവിൻ്റെ മനസ്സെന്തായിരുന്നു?
ഒറ്റ നോട്ടത്തിൽ പറഞ്ഞ പുരുഷാരത്തെ കണ്ടിട്ട് എന്ത് ചെയ്തു? മനസ്സലിവ്. നമുക്കൊക്കെ എത്ര പേർക്ക് മനസ്സലിവുണ്ട്? എത്ര പേർക്ക് മനസ്സലിവുണ്ട്? ഒരു കഷ്ടത അനുഭവിക്കുന്ന സഹോദരനെ കാണുമ്പോൾ ഒരു മനസ്സലിവ് എത്ര പേർക്കുണ്ട്? ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, അവൻ്റെ ദിവ്യ സ്വഭാവം, അത് കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അത് സെമിനാരിൽ പോയി പഠിച്ചാൽ കിട്ടത്തില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സെമിനാരി സ്റ്റുഡൻ്റാണ്. എൻ്റെ പ്രായമുള്ള സമയത്ത് ഞാൻ പോയി എൻ്റെ കൂടെ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ഞാനും പഠിച്ച ആളാണ്. 8-10 വർഷം ഞാൻ പഠിച്ചപ്പോൾ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളെ വേദനിപ്പിക്കുന്നില്ല. എക്സാം വരാൻ നേരത്ത് വചനം കോപ്പി അടിക്കുക. എന്തോ വചനം കോപ്പി അടിക്കുക, സ്കൂളിൽ കോപ്പി അടിക്കുന്നത്. അപ്പം ഞാൻ അടുത്തിരുന്നുകൊണ്ട് പറഞ്ഞു, പാസ്റ്റർമാരാണല്ലോ അടുത്ത്, നിങ്ങൾ ഈ പഠിത്തമൊക്കെ കഴിഞ്ഞ് എൻ്റെ വീട്ടിൻ്റെ അരിയെ കൂടി വന്നാൽ ഓടിച്ചിടും ഞാൻ നിങ്ങൾ. ഈ കോപ്പി അടിക്കുന്ന നിന്നെയൊക്കെ സഭയെ കെട്ടി എന്നാ പറയിക്കാൻ? ശരിയല്ലേ പാസ്റ്റർ? വചനം കോപ്പി അടിക്കുക. പിന്നെ എന്തും വിളിച്ചു കോപ്പി അടിക്കുക. പിന്നെ എന്തും ചെയ്യുക? എന്തും ചെയ്യാം. എന്ത് പറയണമെന്നറിയാത്തവൻ എന്തും പറയും, എന്ത് ചെയ്യണമെന്നറിയാത്തവൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ആ നിലയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, ആ റോമർ 15:18 നിങ്ങളുടെയും എൻ്റെയും ഹൃദയത്തിൽ ആഴമായി പതിയണം. ക്രിസ്തു ഞാൻ മുഖാന്തരം പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടാൻ ഞാൻ തുനിയുന്നില്ല. കർത്താവ് എന്നിലൂടെ പ്രവർത്തിച്ചു, എന്നിലൂടെ സംസാരിച്ചു, എന്നിലൂടെ സൗഖ്യമാക്കി, എന്നിലൂടെ മറ്റുള്ളവരോട് ഇടപെട്ടു. ഞാൻ അവിടെ സൈലൻ്റാണ്. എൻ്റേതായ ബുദ്ധിയോ എൻ്റേതായ കഴിവോ എൻ്റേതായ അറിവുകളോ എൻ്റേതായതൊന്നും എനിക്ക് വേണ്ട സുവിശേഷ വേല ചെയ്യാൻ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടത് ആത്മശക്തിയും ആത്മാവിൻ്റെ ജ്ഞാനവുമാണെന്ന് ഇനിയെങ്കിലും ദൈവമക്കൾ മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പാണ് സ്തോത്രം നമുക്ക് വേണ്ടത്. ഈ പത്രോസിനോടും ഈ യോഹന്നാനോടും യാക്കോബിനോടും കൂടി ഈ വലിയ ജ്ഞാനിയായ പൗലൂസ് എങ്ങനെയാണ് പോയി ചേർന്ന്? എങ്ങനെയാണ് ചേർന്ന്? ഞാൻ നിങ്ങളുടെയൊക്കെ വന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ നിങ്ങളോട് വന്നപ്പോൾ എനിക്കൊന്നും അറിയാം. എൻ്റെ അറിവുകളെല്ലാം ഞാൻ മാറ്റിവെച്ചു. ഞാൻ ഒന്നും അറിയാത്തവനായിരുന്നു. എനിക്കൊന്നും അറിയണമായിരുന്നു. ആരാ? ക്രിസ്തുവിനെ കുറിച്ച് മാത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചും അറിയുന്നതാണ് ഏറ്റവും മനോഹരം. അതാണ് ഏറ്റവും വില. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ കർത്താവ് ചെന്നു കഴിഞ്ഞപ്പോൾ 3 സഹോദരിമാരുണ്ടല്ലോ ഇവിടെ, അവരോട് ഒന്ന് കേൾക്കട്ടെ. അവിടെ ചെന്നപ്പോൾ എന്ത് ചെയ്തു? ഒരു സഹോദരി അടുക്കളയിൽ കിടന്നു ഭയങ്കര ബഹളം, വേർക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് കർത്താവിനെയും മറിയനെയും കുറ്റപ്പെടുത്തുന്നു. പക്ഷെ മറിയ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പാദപീഠത്തിലിരുന്ന് കർത്താവ് എന്താ പറഞ്ഞു? മാർത്തേ മാർത്തേ, അതുകൂടി ഒന്ന് പറ. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലും. യോഗം കഴിയുമ്പോൾ ബിരിയാണി വിളമ്പാനോ കഞ്ഞി കൊടുക്കാനോ ചാള വറുത്തത് കൊടുക്കാനോ ഒക്കെ കാര്യങ്ങൾ നീ ചെയ്യുന്നു. ദൈവമക്കളെ, ഈ ദൈവവചനം കേട്ട് പഠിക്കാതെ കിടന്ന് അധ്വാനിച്ചുകൊണ്ടൊന്ന് കാക്കാതിന് പ്രയോജനമില്ല. ചെയ്യാതെ വല്ലതൊക്കെ കിടന്ന് ചെയ്യേണ്ട ഒരു ബലവും ആ കർത്താവ് മാർക്കിടത്തില്ല. ശരിക്കും പറഞ്ഞാൽ യോഗം കഴിയുമ്പോൾ ചാപ്പാട് കൊടുക്കുന്ന കാര്യം ഒരു പ്രധാന കാര്യമാണ്. നമ്മളൊക്കെ പ്രധാന കാര്യമായിട്ട് എടുത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പക്ഷെ കർത്താവിന് അതൊരു വിഷയമല്ല. കർത്താവിന് അവിടെ ആരെങ്കിലും ഒരാൾ അപ്പം കൊണ്ടുവന്നാൽ അപ്പം എടുത്തങ്ങോട്ട് വാഴ്ത്തിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കാനും കർത്താവിന് കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. ഈ പടകിൽ ഗദരദേശത്തേക്ക് ഇന്നലെ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ആഴ്ചയിൽ മുഴുവൻ ആ ചിന്തയായിരുന്നു. ഗദരദേശത്തേക്ക് കർത്താവ് പോയി. എന്തിനാ പോയത്? ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കാൻ. പോകുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? കാറ്റും കോളും വന്നു. അപ്പോൾ ശിഷ്യന്മാരെന്ത് ചെയ്തു? പേടിച്ച് വരച്ചു. എന്നിട്ട് അവർ പറഞ്ഞൊരു പദമുണ്ട്, അതൊന്ന് പറയണം ആരെങ്കിലും. നാഥ, അല്ല അത്ര മാത്രമല്ല, നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ, അങ്ങനെ അതുകൂടി പറയണം. പറയുമ്പോൾ നമ്മളെല്ലാം പറയണം ലോജിക്കലായിട്ട്. നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഈ മണ്ടക്കോ സ്വാമികളെ ഒന്നുമില്ലെങ്കിലും ചിന്തിക്കണം. ഈ പടക് മുങ്ങുകയാണെങ്കിൽ കർത്താവും എല്ലാം കൂടി ഒരുമിച്ച് മുങ്ങും. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല എന്ന് ചിന്തിക്കാനുള്ള ഒരു ചിന്താഗതി അവർക്ക് എന്ത് ചെയ്തില്ല. അതെന്തുകൊണ്ട് അങ്ങനെ ഇല്ലാതെ പോയത്? പറയുമ്പോൾ എല്ലാം പഠിച്ചു വരണമല്ലോ. ഈ ഡബിൾ ക്ലച്ചും ഡബിൾ ബ്രേക്കും ഉള്ള വണ്ടി ഓടിക്കുമ്പോൾ ആശാൻ ആണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മളൊരാളുടെ ദേഹത്ത് മുട്ടുമെന്ന് ആശാൻ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചൊരൊറ്റ തീയിരിക്കും അല്ലേ? അല്ലെങ്കിൽ വണ്ടി ഇടിക്കും കയറി. അത് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആശാൻ എന്ത് ചെയ്യും? ബ്രേക്ക് ചവിട്ടും. അപ്പം നമ്മളൊരു പഠനക്കളിയിലില്ല. പത്രോസ് ആ സമയത്ത് അങ്ങനെയുള്ളൂ. കർത്താവിൻ്റെ കൂടെ ഉള്ളത് ഈ അപ്പം തിന്നാന്നല്ലാണ്ട് ഒരു ഗുണവുമില്ലായിരുന്നു.
തിന്ന് 3.5 വർഷം കഴിഞ്ഞ് അവരോട് കർത്താവ് പറഞ്ഞ അനുസരിച്ച് അവർ അഭിഷേകം പ്രാപിച്ച് ആത്മശക്തി പ്രാപിച്ചപ്പോഴാണ് അവരാരായി മാറിയത്? കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനമുള്ളതായി മാറിയത്. അപ്പോൾ മാർത്തയും മറിയയുടെ ഭവനത്തിൽ കർത്താവ് വന്നപ്പോൾ മറിയ വചനം കേട്ടുകൊണ്ടിരുന്നു. കർത്താവ് പറഞ്ഞു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു. ഒന്നു മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. ഞാൻ എപ്പോഴും ചിന്തിക്കും, നല്ല അംശം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യ ജീവിതത്തിൽ നല്ല അംശം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവവചനം കേട്ടനുസരിക്കുന്നതാണ് നല്ല അംശം. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് വീണില്ല. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നരകമായിരുന്നു. കർത്താവിൻ്റെ വചനം കേട്ട് അനുസരിക്കാതെ ജീവിച്ചാൽ നിത്യമായ നരകത്തിലേക്ക് നിബന്ധിക്കുമെന്ന കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന് കർത്താവിൻ്റെ വചനം കേൾക്കാൻ ആർക്കും മനസ്സില്ല, ആർക്കും താല്പര്യമില്ല. വചനം കേട്ട് അനുസരിക്കാൻ ആർക്കും താല്പര്യമില്ല. ഉപരിവിപ്ലവമായ ചില കാര്യങ്ങളുടെ പിറകെ മനുഷ്യൻ പോവുകയാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഇഞ്ച് പോലും ആത്മീകമായി മനുഷ്യന് വളരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് വസിക്കുന്ന ഒരു മന്ദിരമായി ഇന്ന് പൽക്കാലം നമ്മൾ തീർന്നിരിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ആത്മാവ് വസിക്കുന്ന മന്ദിരമായി തീരാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ആത്മാവ് പറയുന്നത് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഈ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയൊക്കെ ജീവിതത്തിൽ അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പ്രയോജനം എന്തെന്ന് ചോദിച്ചാൽ, ആത്മ നടത്തിപ്പിന് കീഴിലവരായിരുന്നു എന്നുള്ളത്. ഇങ്ങോട്ട് പോകാൻ നേരത്ത് പറയും, അങ്ങോട്ട് പോകണ്ടെന്ന് പറയും, ഇല്ലേ? ആണോ? ശരിയാണ്. ഒരു മാസഡോണിയൻ കോളിനെ കുറിച്ച് പ്രവൃത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. നീ മാസഡോണിയൻ കോളിൽ പോയി അവിടെ ചെന്നപ്പോൾ അവിടെ കിട്ടിയത് എന്താ? മക്കൾദോനിലേക്ക് ചെന്നപ്പോൾ അവിടെ കിട്ടിയത് എന്താ? നല്ല ചുട്ട അടി. പക്ഷെ അടിയുടെ പിന്നിൽ എന്താ കിട്ടി? ദൈവത്തിൻ്റെ മഹത്വം അവർ കണ്ടു. അവിടെ ഒരു കൂട്ടം ജനം വിടുവിക്കപ്പെടാനിടയായി തീർന്നു. ഒരു പിശാച് ബാധിച്ച സ്ത്രീയുടെ ദുരാത്മാവ് പോകാനിടയായി തീർന്നു. അവരെ നടത്തിയൊരു കഷ്ടത്തിലായി, അത് വേറൊരു വിഷയം. പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാനിടയും. അപ്പോൾ ആത്മാവ് വസിക്കുന്ന നമ്മളിൽ എന്തുണ്ടാകണം? ആത്മഫലവും ആത്മാവിൻ്റെ നടത്തിപ്പും ആത്മാവിൻ്റെ സുരക്ഷിതത്വം ഒക്കെ നമ്മളിൽ ഉണ്ടാകണം. എന്നാലേ നമ്മുടെ ശുശ്രൂഷ വിജയിക്കത്തുള്ളൂ. ഇനി സഭ പണിയെക്കുറിച്ച്, കെട്ടിടം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ഒരു കാര്യം പഠിക്കാൻ പോവുകയാണ്. അതിൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 1 കൊരിന്ത്യർ 3:10 മുതൽ 15 വരെ 10ാമത്തെ പോയിന്റായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം എല്ലാം പറയാനുള്ള സമയമില്ല. ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. ആമേൻ. യേശുക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയില്ല. ആമേൻ. അടിസ്ഥാനത്തിൽ ആരെങ്കിലും വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ. ഇവിടെ ദൈവസഭയെക്കുറിച്ച് പൗലോസ്, ദൈവസഭയുടെ പണിയെക്കുറിച്ച് പൗലോസ് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള കർത്താവിൻ്റെ ദാസൻ വായിച്ച വേദഭാഗം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിടുന്നു. ഈ അടിസ്ഥാനം ഏതാണ്? യേശു ക്രിസ്തുവാകുന്ന മൂലക്കല്ലാണ് ഈ അടിസ്ഥാനമെന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ആക്ട്സ് എൻ്റെ 3ാമത്തെ പോയിന്റിൽ പ്രവൃത്തി പുസ്തകം 4-ന്റെ 8 മുതൽ 12 വരെയുള്ള വാക്യം വായിക്കാം. ഈ അടിസ്ഥാനക്കല്ല് ഏതാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. വായിച്ചാൽ പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ആമേൻ, ഈ ബലഹീന
ബലഹീന മനുഷ്യനുണ്ടായ ഉപകാര നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തല് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും. ഈ വായിച്ച വേദഭാഗം നിങ്ങളെല്ലാം ശ്രദ്ധിച്ചല്ലോ. അപ്പൊ മൂലക്കല്ല് യേശുക്രിസ്തു ആരാ? ദൈവസഭയുടെ മൂലക്കല്ല. ഈ കല്ലിനോട് ചേർത്താണ് ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗൗരവന് ജയിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞ ദൈവസഭയുടെ പണി നടക്കുന്നത് മൂലക്കല്ലാകുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ ആത്മാവ് പണിതുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് നമുക്കിവിടെ പഠിക്കാൻ കഴിയുന്നത്. നമ്മളൊരു വീട് പണിയുമ്പോൾ മൂലക്കല്ലിടാറുണ്ട്. പ്രാർത്ഥിച്ച് എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിച്ച് അപ്പളമ്പളം പായസം കൂട്ടി തിരുമൊക്കെ കൊടുത്ത് ഒരു കല്ലൊക്കെ ഇട്ട് അത് ചുമ്മാ പണിയുക. വലിയ കഥയൊന്നുമില്ല, ഒരു ചടങ്ങെന്നുള്ള നിലയിൽ മാത്രം. പിന്നെ നമ്മളത് ഈ പണ്ടാരനെ പറഞ്ഞ പോലെ ഇത് പെന്തക്കോസ്തുകാരുടെയിലുള്ള പാരമ്പര്യങ്ങൾ മുഴുവൻ ജാതികളിൽ നിന്ന് എടുത്തതാണ്. ഒരു കല്ല് വിടേണ്ട കാര്യമൊന്നുമില്ല. മേശരി എല്ലാവരും കൂടെ വിളിച്ചിട്ട് കർത്താവേ ദാസൻ ദേവദാസൻ വീട് പണിയാൻ പോകുന്നു, നല്ല അനുഗ്രഹമായ ഒരു പണി നടക്കട്ടെ, ഒരു കല്ല് വിടണ്ട അവിടെ. പ്രാർത്ഥിച്ച് അവരെ അങ്ങോട്ട് കല്ല് പണിയാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് അനുഗ്രഹിച്ച് വിട്ടിച്ച് അവർ പണിതോളും കിടന്നു. അങ്ങാട്ടും കിടന്ന ജാതികൾ മൂലക്കല്ലിട്ടോന്നും പറഞ്ഞ് ഇവിടെയും നമ്മൾ ഇട്ട് എല്ലാം നമ്മൾ കാണിക്കുന്ന മുഴുവൻ കുരുത്തക്കേട മുഴുവൻ ജാതികളിൽ നിന്ന് ഒപ്പിയെടുത്തിരിക്കുക. ജാതികൾ എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ജാതി ആചാരങ്ങൾ കടന്നു വന്നത്, പേഗൺ ആചാര രീതികൾ കടന്നു വന്നത് ജാതി ഹിത്യർ, പെരിസ്യർ, യബൂസിയർ, ഇങ്ങനെ കുറേ 6-7 കൂട്ടം ജാതികളുണ്ടല്ലോ. അത് മുഴുവൻ ഈ ഇസ്രായേൽ മക്കൾ പകർത്തിയെടുക്കാൻ വേണ്ടി ഇന്നത്തെ പെന്തക്കോസ്തൽ ജാതികൾ നമ്മൾ പണിയെടുത്തിരിക്കുക. എല്ലാം അത് തന്നെയാണ്. ഈ ഇടയ്ക്ക് പറഞ്ഞാണ് പാസ്റ്റർ പ്രാർത്ഥിച്ച് സഭാ ഹാളിൽ നിന്ന് പ്രാർത്ഥന വിവാഹത്തിന് വേണ്ടി ഒരു സഹോദരനെയും അവൻ്റെ പിതാവിനെയും മാതാവും സഹോദരങ്ങളെല്ലാം കൂടി വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഹോളിലോട്ട് പോക്കോ, ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറി അങ്ങ് വന്നേക്കാം, പാസ്റ്റർ ഒന്ന് ബീഫായിട്ടൊന്ന് പ്രാർത്ഥിച്ച് പെട്ടെന്നൊന്ന് പ്രാർത്ഥിച്ച് ഹോളിലേക്ക് പോക്കോ, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് പോക്കോ. ഈ ചെറുക്കനും പിതാവും മാതാവും 2 സഹോദരങ്ങളെല്ലാം കൂടി ഒരു 1/2 കിലോമീറ്ററേ ഉള്ളൂ, 1/2 കിലോമീറ്റർ ഇല്ല, ഒരു 500 മീറ്ററേ ഉള്ളൂ. അവർ ഹോളിലേക്ക് പോകുന്ന ഒരു കറുത്ത പൂച്ച എടുത്ത് ഡാഡി അപ്പം പറയാണ്, എടാ അവിടെ നില്ല്, ഇനി പാസ് വന്ന് പ്രാർത്ഥിച്ചിട്ട് ഓൾറെഡി അങ്ങോട്ട് പോയാൽ മതി. എന്താ കാര്യം? പൂച്ച. ഇതാണ് നമ്മുടെ പെന്തക്കോസ്തുകാരുടെ അവസ്ഥ. ശകുനമായി അത് കഥ, ശകുനം, ദുശകുനം. ഇനിയിപ്പോൾ ചിലപ്പോൾ കല്യാണം ശരിയാവില്ല. ഇവിടെ കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും വചന വസ്തുപ്രകാരം ജീവിച്ച് അവിടെ കുടുംബജീവിതം അനുഗ്രഹം, അല്ല പൂച്ച ചാടിയതും പട്ടി ചാടിയതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. സ്തോത്രം. ഇവിടുത്തെ വിഷയം, ഇനി ഞാൻ വിഷയത്തിലേക്ക് വരിക, നമ്മൾ അങ്ങോട്ട് പോയാൽ അവിടെ അങ്ങ് പോകും. ഇവിടെ മൂലക്കല്ലാകുന്ന യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി, സ്കൂളിൽ പോകാത്ത 2ാം ക്ലാസ്സുകാരനായ ഒരു ഉപദേശി, മറ്റൊരുത്തരിൽ രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് പ്രസംഗിക്കുമ്പോൾ ഏതൊരു ജ്ഞാനിയും ഏത് ഗോത്രത്തിലോ ഭാഷയിലോ വംശത്തിലോ പെട്ടവൻ ആ കർത്താവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ, അവൻ യേശുക്രിസ്തു വിശ്വസിച്ച് കഴിയുമ്പോൾ അവിടെ പണി നടക്കുകയാണ്. കർത്താവിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് അവനെ അന്ന് തൊട്ട് അങ്ങോട്ട് പണിയാൻ തുടങ്ങും. പിന്നെ അന്ന് തൊട്ട് അവൻ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തുടങ്ങും. അതാണ് ഈ പുതിയ നിയമസഭയുടെ ഉപദേശത്തിൻ്റെ ഒരു പ്രത്യേകത. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ ഈ പ്രസംഗിക്കുന്ന എന്താ? യേശു ക്രിസ്തു നിൻ്റെയും പാപത്തിനു വേണ്ടി മരിച്ചു, സകല മാനവജാതിയുടെയും പാപപരിഹാരത്തിനായി ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് മരിച്ചുവെന്ന് ഒരു ഉപദേശി പ്രസംഗിക്കുമ്പോൾ ഏത് ജാതിയിലും ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും പെട്ടവൻ അത് വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നീതീകരണം അവന് കിട്ടുന്നു. അവൻ വിശ്വസിച്ച് കർത്താവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ മകനായി മകളായി തീരുന്നു. പിന്നെ അവൻ പുതിയ നിയമസഭയുടെ ഉപദേശമനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ആത്മീയ വളർച്ച, ആത്മീയ വർധനവ്, ആത്മീയ നിറവ് പ്രാപിച്ചുകൊണ്ടിരിക്കണം. ഇതുവല്ല ഇന്ന് സഭയിലുണ്ടോ? ഇതൊക്കെ ഇന്ന് കൂട്ടായ്മയിൽ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇതാണ് നടക്കേണ്ടത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ പ്രസംഗിച്ചു കഴിയുമ്പോൾ പത്രോസ് പ്രസംഗിച്ചു, മറ്റൊരുത്തരിലും രക്ഷയില്ല, ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ ഭൂമിയുടെ നൽകപ്പെട്ട വേറൊരു നാമമില്ല.
അത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? കർത്താവിൽ വിശ്വസിച്ചു. ഇന്നിപ്പോൾ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കത്തില്ലല്ലോ. മദ്യത്തിനെ കുറിച്ചും മയക്കുമരുന്നിനെ കുറിച്ച് പ്രസംഗിക്കാതിരിക്കാൻ പറ്റത്തില്ല ആരുടെ വിശ്വാസം എന്നുള്ള നിലയിൽ. മദ്യം കുടിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ അവർ ചോദിക്കും ഇത് മദ്യം കുടിക്കുക മയക്കുമരുന്ന്. ഇവിടെ മാനസാന്തരപ്പെട്ടവനോട് മദ്യം കുടിക്കേണ്ടെന്ന് പറയണ്ട. ഞാനൊരു മദ്യപാനിയായിരുന്നല്ലോ, ഞാനൊരു കഞ്ചാവിൻ്റെ ഡ്രഗ്സിൻ്റെ അടിമയായിരുന്നല്ലോ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അത് താനെ ആ സ്വഭാവം മാറിക്കൊള്ളും. അവനോട് പ്രസംഗിക്കേണ്ടത് യേശു ക്രിസ്തുവിനെയാണ്. പൗലോസ് എന്താ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പ്രസംഗിച്ചത്? ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്താ ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്? യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം, യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വർഗരാജ്യ പ്രവേശനം, അതാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത്. യേശു ക്രിസ്തു ഏകരക്ഷകൻ, യേശു ക്രിസ്തു നിത്യജീവൻ നൽകുന്നവൻ, യേശു ക്രിസ്തു പാപമോചനം നൽകുന്നവൻ. നിങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 5